ഹലോ, അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണോ ഞാൻ വന്നത്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈ കാണാൻ കൊള്ളാവുന്നത് തിന്നാൻ കൊള്ളില്ല, തിന്നാൻ കൊള്ളാവുന്നത് കാണാൻ കൊള്ളില്ല എന്നറിയില്ലേ, അതേപോലെ കേട്ടോ. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു കടി വേറെ ഉണ്ടാവില്ല കേട്ടോ. നല്ല മഴയത്തൊക്കെ ചൂട് ചായൻ്റെ കൂടെ ഇത് സൂപ്പർ സെറ്റ് സാധനമാണേ. കുറച്ച് മൈദപ്പൊടി, അതിലേക്ക് ഒരു മുട്ട, കുറച്ച് ഉപ്പ്, പഞ്ചസാര, അതേപോലെ പാല്, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കലക്കി, എന്താ പറയുക, കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ കലക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ബ്രെഡാണ്. ഇത്രയും സിമ്പിൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ സാധനം ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം. കാരണം അത്രയ്ക്ക് എനിക്ക് ഈ മുട്ടേൻ്റെ ചോയൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇതിൽ മുട്ട നമ്മൾ ഒഴിച്ചിനെന്ന് പറയേയില്ല. അപ്പോൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അത് എണ്ണ ചൂടായി വരുമ്പോൾ, അല്ല പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ബട്ടർ ഇടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് മതിയേ. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. നല്ല ഹൈ സ്പീഡിലായിരിക്കണം കേട്ടോ തീ, ഇല്ലെങ്കിൽ എന്താ പറയുക, എണ്ണ കുടിച്ച പോലെ ആകും ബ്രെഡ്. അതുകൊണ്ട് നല്ല ഹൈ സ്പീഡിൽ തീയൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം എന്താക്കാൻ. നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് വെക്കുക, ചൂടായ പാനാകുമ്പോൾ കുറച്ച് വെക്കുക. എന്നിട്ട് പിന്നെ കൂട്ടി വെച്ചിട്ട് നല്ല പോലെ എല്ലാ സൈഡും മറിച്ചിട്ടിട്ട് നല്ല മൊരിച്ചെടുക്കുക കേട്ടോ. എന്തൊരു സൂപ്പറാന്നല്ലോ. നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഇത് ചൂടോടെ തിന്നാൻ എന്തൊരു ടേസ്റ്റാന്നറിയോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചായ റെഡിയായി കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അച്ഛന് മാത്രമല്ല എനിക്കും. എത്ര നമ്മൾ തിന്നോണ്ടിരുന്നാലും ഒരു ഹെവി ഫീലൊന്നുമില്ല കേട്ടോ. എണ്ണയൊന്നും അങ്ങനെ ഭയങ്കര ഇതായിട്ട് കുടിക്കൂല്ല, ഒന്നുമില്ല. നല്ല കൂട്ടി വെച്ചാൽ മതി കേട്ടോ തീയൊക്കെ. അപ്പോൾ എന്താ പറയുക, എനിക്കിത് ഇപ്പൊ പറയുമ്പോൾ വരെ ഇത് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയും സൂപ്പറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ഹലോ, അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണോ ഞാൻ വന്നത്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഈ കാണാൻ കൊള്ളാവുന്നത് തിന്നാൻ കൊള്ളില്ല, തിന്നാൻ കൊള്ളാവുന്നത് കാണാൻ കൊള്ളില്ല എന്നറിയില്ലേ, അതേപോലെ കേട്ടോ. കാണാൻ വലിയ ലുക്കില്ലെങ്കിലും ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു കടി വേറെ ഉണ്ടാവില്ല കേട്ടോ. നല്ല മഴയത്തൊക്കെ ചൂട് ചായൻ്റെ കൂടെ ഇത് സൂപ്പർ സെറ്റ് സാധനമാണേ. കുറച്ച് മൈദപ്പൊടി, അതിലേക്ക് ഒരു മുട്ട, കുറച്ച് ഉപ്പ്, പഞ്ചസാര, അതേപോലെ പാല്, ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കലക്കി, എന്താ പറയുക, കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ കലക്കി എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ബ്രെഡാണ്.